നടൻ സിദ്ദീഖിനെതിരായ ബലാത്സംഗ കേസിൽ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന്. സിദ്ദീഖിനെതിരെ സാക്ഷിമൊഴികൾ ലഭിച്ചെന്ന പോലീസ്. സംഭവത്തിന് ശേഷം നടി ചികിത്സ തേടിയതിനും തെളിവുകളുണ്ട്. വിവരങ്ങളുമായി മാനസ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മാനസ, ഈ ബലാത്സംഗ കേസിൽ പരാതിയിൽ സിദ്ദീഖിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണോ? സാക്ഷിമൊഴികളടക്കം ഈ വിഷയത്തിൽ സിദ്ദീഖിനെതിരായി ഉയരുകയാണോ ഇപ്പോൾ? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ സിദ്ദീഖിനെതിരെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പരാതിയുടെ പിന്നാലെ തന്നെ അന്വേഷണം നടത്തിയിരുന്നു, തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് തനിക്ക് നേരെ ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായത് എന്ന് പരാതിക്കാരി അറിയിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ മസ്കറ്റ് ഹോട്ടലിലും ഇത്തരത്തിൽ സിദ്ദീഖ് നിന്നതിന്റെ അല്ലെങ്കിൽ താമസിച്ചതിന്റെ തെളിവുകൾ നടി പറയുന്ന ദിവസങ്ങളിൽ സിദ്ദീഖ് താമസിച്ചതിന്റെ തെളിവുകളൊക്കെയും ആദ്യഘട്ട തെളിവെടുപ്പിൽ ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. സാക്ഷിമൊഴികൾ ലഭിച്ചെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് ഇത്. ഏതായാലും പരാതിക്കാരുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുൻപ് കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി പോലീസിൽ നിന്നും വിവരം ലഭിക്കുന്നത്. സംഭവത്തിന് ശേഷം നടി ചികിത്സ തേടിയതിനും തെളിവുകളുണ്ട്. മാനസിക സംഘർഷത്തിനും യുവതി ചികിത്സ തേടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സിദ്ദീഖ് ഹോട്ടലിൽ ിന്റെ തെളിവുകൾ നേരത്തെ കണ്ടെടുത്തിരുന്നു. മസ്കറ്റ് ഹോട്ടലിൽ ഈ ജനുവരി മാസം, ഈ പരാതിക്കാരി പറയുന്ന വർഷം ജനുവരി മാസം സിദ്ദീഖ് താമസിച്ചതിന്റെ തെളിവുകളുമുണ്ട്. ഏതായാലും കേസിൽ സിദ്ദീഖിനെതിരെ കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടി തനിക്ക് നേരിട്ട ദുരനുഭവം തുറന്നു പറയുകയായിരുന്നു മാധ്യമങ്ങളിലൂടെ. പിന്നീടാണ് പരാതിയുമായി പോയത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ഉടൻ തന്നെ അന്വേഷണവുമായി പ്രത്യേക അന്വേഷണ സംഘം ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മസ്കറ്റ് ഹോട്ടലിൽ പരിശോധന നടത്തിയത്. മസ്കറ്റ് ഹോട്ടലിൽ പരിശോധന നടത്തിയത് പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. ഈ ജനുവരി മാസം 3 ദിവസം സിദ്ദീഖ് താമസിച്ചതിന്റെ തെളിവും മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ ലഭിക്കുകയുണ്ടായ ശേഷം രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. രഹസ്യമൊഴിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാത്ത ചില കാര്യങ്ങൾ നടി പറഞ്ഞ ഒരു അറിവും കൂടിയുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ ആണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ സാക്ഷിമൊഴികളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും. ഇത്തരത്തിൽ ഒരു കേസിൽ നടൻ സിദ്ദീഖിന് കാര്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും. ഇത് നിഷേധിക്കുന്ന സമീപനങ്ങളൊക്കെയും സിദ്ദീഖിൽ നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ കൂടിയും ഇവിടെ പരാതിക്കാരി പറയുന്നതിനനുസരിച്ചുള്ള തെളിവുകൾ, ശക്തമായ സാക്ഷിമൊഴികളടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അറസ്റ്റ് അടക്കമുള്ള ശക്തമായ നിയമ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയാണോ ഇപ്പോൾ തെളിയുന്നത്? തീർച്ചയായും തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ സിദ്ദീഖിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. പക്ഷേ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. കവിയൂർ പൊന്നമ്മയുടെ മരണം, അതോടൊപ്പം തന്നെ നടൻ സിദ്ദീഖ് ഇവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് സ്ഥലത്ത് എത്തിയത്. പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലൊന്നും സിദ്ദീഖ് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അതൊക്കെയും ചൂണ്ടിക്കാണിച്ച് മൊഴി രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യവുമുണ്ട്. നിലവിൽ ഇതുവരെയും സിദ്ദീഖിന്റെ മൊഴി എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. മൊഴിയെടുക്കേണ്ടതുണ്ട്. നിലവിൽ ഇത്തരം തെളിവുകൾ ലഭിച്ച ഒരു അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കവും. ഇത്തരത്തിൽ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ സിദ്ദീഖിനെതിരെ ഉന്നയിക്കുന്ന ആദ്യ പരാതി കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഒപ്പം പരാതിക്കാരിയുടെ പരാതിയിൽ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു വരുന്നു. സിദ്ദീഖ് വീണ്ടും കുരുക്കിലേക്ക് മുറുകുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് ഉള്ളത്. ഇതിൽ പ്രതിരോധവുമായി എന്ത് തെളിവുകളാണ് സിദ്ദീഖ് സമർപ്പിക്കുക എന്നതും ഉറ്റുനോക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ താമസ രേഖകളടക്കം മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് കണ്ടെടുത്തതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ ദിവസം പരാതിയിൽ ഈ പെൺകുട്ടി നടി പരാതിപ്പെട്ട ദിവസം തന്നെയാണ് സിദ്ദീഖ് അവിടെ ഉണ്ടായിരുന്നത് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് സാക്ഷിമൊഴികളും ഒപ്പം നടിയുടെ ചികിത്സാ രേഖകളടക്കമുള്ള കാര്യങ്ങളുമാണോ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിർണായക തെളിവായി വന്നിരിക്കുന്നത്? തീർച്ചയായും ഇത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ പരാതി മാത്രമായിരുന്നു പരാതിക്കാരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് തെളിവുകൾ ആയി നൽകണം എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു പരാതി ഉന്നയിച്ചാൽ മാത്രം പോരാ, അതിന് തെളിവുകൾ കൂടി ഹാജരാക്കേണ്ട ഒരു പശ്ചാത്തലം തന്നെയാണ് കേസിൽ ഉണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ചാണ് പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ തെളിവ് നടത്തിയത്. അതിൽ തന്നെയാണ് തെളിവുകൾ ശേഖരിച്ചതും. മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദീഖ് പരാതിക്കാരി പറഞ്ഞ ദിവസം സന്ദർശിച്ചതും അതോടൊപ്പം തന്നെ പരാതിക്കാരിക്കൊപ്പം
ഒപ്പം നിന്നതിൻ്റെ തെളിവുമാണ് പോലീസിന് ലഭ്യമായത്. ഇതിന് പിന്നാലെയാണ് ഈ പരാതിക്കാരി തനിക്ക് അനുഭവപ്പെട്ട ഈ ദുരനുഭവം തുറന്നു പറയുന്ന ഒരു സാഹചര്യം, രഹസ്യമൊഴിയിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെയും തെളിവാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനൊക്കെയും തെളിവുകൾ ഉണ്ടാകുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. സാക്ഷികൾ ഉണ്ടാകുന്നു, ഒപ്പം തന്നെ മാനസിക ചികിത്സ, ഒപ്പം ഈ സംഭവത്തിന് ശേഷം നടി ചികിത്സ തേടിയതിനും തെളിവുകൾ ഉണ്ടാകുന്നു. ഇതൊക്കെയും ഇത്തരം സംഭവം ഒന്നുകൂടി ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ പരാതി ഉള്ളതാണ് എന്ന് തന്നെ വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിന് എതിരെ ഇത്തരത്തിൽ ഒരു തെളിവുകൾ ഉണ്ടായ സാഹചര്യത്തിൽ സിദ്ദിഖിനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതായത് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മാനസ പറഞ്ഞതുപോലെ സിദ്ദിഖിനെ എത്രയും വേഗത്തിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, മൊഴിയെടുക്കേണ്ടതുണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുക്കേണ്ടതായിരുന്നു, പക്ഷേ ചില കാരണങ്ങളാൽ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ സിദ്ദിഖിന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. തീർച്ചയായും അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി മൊഴി നൽകേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല, അന്വേഷണ സംഘത്തിന് എത്തി മൊഴി നൽകണം എന്ന് നേരത്തെ തന്നെ അറിയിച്ചതായിരുന്നു. ചില കാരണങ്ങളാൽ സ്ഥലത്തില്ല, അതോടൊപ്പം തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ അത് നീട്ടിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസവും സിദ്ദിഖിന് മൊഴി നൽകാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഇത്തരം തെളിവുകൾ കൂടി പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ സിദ്ദിഖിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്ന ഈ തെളിവുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സിദ്ദിഖിന്റെ കാര്യം കൂടുതൽ കുഴപ്പത്തിലാകും. തീർച്ചയായും ഇത്തരം തെളിവുകളൊക്കെയും ഒരുപക്ഷെ ആദ്യ പരാതിയിൽ ഉന്നയിച്ച ആ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് കണ്ടെടുത്ത തെളിവുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ചികിത്സ തേടിയത് ഒപ്പം സാക്ഷിമൊഴികൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് സാക്ഷിമൊഴികൾ. ആ സാക്ഷിമൊഴികൾ കൂടി നിലവിൽ ഉള്ളതിനാൽ സിദ്ദിഖിന് ഒരു പ്രതിരോധം, ഏത് രീതിയിലാണ് പ്രതിരോധം തീർക്കാനാവുക എന്നത് കണ്ടറിയേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഏതായാലും സിദ്ദിഖിന് എതിരെ ഇത്തരം കൂടുതൽ ശക്തമായ തെളിവുകൾ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ അത് ഏറെ പാടുപെട്ട് കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ സിദ്ദിഖിന് കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഉടൻ തന്നെ മൊഴി രേഖപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങും. തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിന് തുടർച്ചയായിട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ, പരാതികൾ, പോലീസ് പ്രത്യേക അന്വേഷണ സംഘം, അവരുടെ നടപടികൾ, ഇപ്പോൾ സിദ്ദിഖിനെതിരെ കൂടുതൽ തെളിവുകൾ കിട്ടുന്ന സാഹചര്യം, മലയാള സിനിമാ ലോകം ഗൗരവതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കാൻ പോവുകയാണ്. കാരണം സിദ്ദിഖ് എന്ന് പറയുന്നത് മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളാണ്. ഈ AMMA സംഘടനയിലെ പ്രബലനാണ്. അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ ഇത്രയും ശക്തമായ തെളിവുകളും അതിന് നടപടിയുമായി പോലീസ് മുന്നോട്ട് പോയാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ആഘാതമായിരിക്കും സിനിമാ ലോകത്തുണ്ടാകാൻ പോവുക. തീർച്ചയായും ഈ AMMA സംഘടനയുടെ ഒരു ആൾ കൂടിയാണ് ഈ സിദ്ദിഖ് എന്ന് പറയുന്നത്. ഉടൻ തന്നെ സ്ഥാനം രാജിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ പരാതികൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ സ്ഥാനം രാജിവെക്കുന്ന നടപടികളൊക്കെയും സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനല്ല സിദ്ദിഖ് തയ്യാറായത്. പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുമ്പോൾ അന്വേഷണ വിധേയമായി മാറി നിൽക്കുന്നു എന്ന കാരണത്താൽ സ്ഥാനം രാജിവെക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു പരാതി ഉന്നയിച്ചതിന് പിന്നാലെ തനിക്ക് ഇതിൽ പങ്കില്ല, അല്ലെങ്കിൽ സിദ്ദിഖിന്റെ വാദവും സിദ്ദിഖിന്റെ നടപടികളും ഒക്കെ മനസ്സാ. ആ ആനുകൂല്യമൊന്നും ഈ തെളിവുകൾ വരുമ്പോൾ, ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും സിദ്ദിഖിന് ലഭിക്കില്ല. തീർച്ചയായും ഇത് സിനിമാ മേഖലയിൽ കൂടി ഒരു വലിയ വിവാദം തന്നെയായിരുന്നു. ഈ സിദ്ദിഖിന് എതിരെ ആദ്യം തന്നെ പരാതി ഉന്നയിക്കപ്പെട്ടത് സിദ്ദിഖിന് എതിരെയാണ്. AMMA സംഘടന വിളിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു സിദ്ദിഖിനെതിരെ ഇത്തരത്തിൽ ഒരു പരാതി ഉന്നയിക്കപ്പെടുന്നത്. ഉടൻ തന്നെ സിദ്ദിഖ് രാജിവെക്കുകയും സിനിമാ മേഖലയിൽ തന്നെ അത് വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറെ ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയാണ്. ഇതൊക്കെയും തന്നെ സിനിമാ മേഖലയിൽ വലിയ ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിദ്ദിഖിനെതിരെ കൂടുതൽ തെളിവുകൾ കൂടി രംഗത്ത് വരുമ്പോൾ ഇതും സിനിമാ മേഖലയെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നതും. ഒപ്പം തുടർ നടപടികൾ, സിദ്ദിഖിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനിടയിൽ സിദ്ദിഖിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാവും. ശക്തമായ തെളിവുകൾ ഇപ്പോൾ ലഭിച്ച ഈ സാഹചര്യത്തിൽ ശക്തമായ രീതിയിൽ തന്നെയായിരിക്കും ചോദ്യം ചെയ്യലും ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മനു, തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ദിലീപിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ദിലീപ് ജയിലിൽ കിടന്നടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണല്ലോ പിന്നീട് ഹേമ കമ്മിറ്റി വരുന്നതും പിന്നീട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ഇപ്പോൾ ആ റിപ്പോർട്ടിൽ തുടർ നടപടികളൊക്കെ വരുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ആർക്കും കിട്ടുമെന്ന് നമ്മൾ ഒരു സിനിമാക്കാരനും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. തെളിവുകളുണ്ടെങ്കിൽ
ശക്തമായ നടപടിയുമായിട്ട് ഈ സർക്കാരും പോലീസും മുന്നോട്ട് പോകുമെന്നാണ് ഈ വിഷയത്തിൽ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ദിലീപിനെ പോലുള്ള മലയാള സിനിമയിലെ ഏറ്റവും പ്രബലനായ ഒരാൾ അകത്ത് കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. തീർച്ചയായും സർക്കാരിൻ്റെ സമീപനം അല്ലെങ്കിൽ സർക്കാർ നിലപാട് എന്താണ് എന്നത് ഹേമ കമ്മിറ്റിയിലൂടെ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ്. ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന ഈ ഒരു റിപ്പോർട്ട് തന്നെ രൂപപ്പെടുത്താൻ കാരണം സിനിമാ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഗണിച്ചാണ്. അതുകൊണ്ട് അത്തരം നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഈ സാഹചര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ആരൊക്കെയാണോ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടത് അവർക്കൊക്കെയും മുഖം നോക്കാതെ അല്ലെങ്കിൽ കർശന നടപടി തന്നെ സ്വീകരിക്കാനുള്ള നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചത്. അത് തന്നെ നടപ്പാക്കുമെന്ന് സർക്കാർ നിരവധി തവണ തന്നെ വ്യക്തമാക്കിയതുമാണ്. അതുകൊണ്ട് നടപടിയുമായി മുന്നോട്ട് പോകാൻ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാരും സജ്ജമാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വ്യക്തമാണ് കാര്യങ്ങൾ. മാനസയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സിദ്ദിഖിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. സിദ്ദിഖിന് കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നേരത്തെ ഈ നടി പരാതിയിൽ പറഞ്ഞ ദിവസങ്ങളിൽ സിദ്ദിഖ് ഈ പറയുന്ന മാസ്കറ്റ് ഹോളിൽ ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് സാക്ഷിമൊഴികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നടി ചികിത്സ തേടിയതിൻ്റെ രേഖകളടക്കം ലഭിച്ചിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ തെളിവുകൾ ഗൗരവതരമാണെങ്കിൽ സിദ്ദിഖിന്റെ മുന്നിൽ വളരെ നിർണായകമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശക്തമായ തുടർ നിയമ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകുമെന്നാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളും. മാനസയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.